ആപ്പ കേസ് പ്രതിയായ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് അനുകൂലമായ സർക്കുലറിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി. രാഷ്ട്രീയ പ്രത്യാഘാതമുള്ള വിഷയത്തിൽ മന്ത്രി അറിയാതെ സർക്കുലർ നൽകിയത് തെറ്റാണെന്നാണ് വിലയിരുത്തൽ. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ് മന്ത്രി അറിയാതെ സർക്കുലർ നൽകിയത്. സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് നൽകിയ സർക്കുലറായിരുന്നു സുഗതന് അനുകൂലമായി വന്നത്. സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ വോട്ടിനിട്ട് അംഗീകരിച്ചാൽ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമാക്കാമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളതായി മേയർ വി രാജേഷ് പറഞ്ഞിരുന്നു. നേമം എം.എൽ.എയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരന്റെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ ശബരിനാഥൻ ഹൈക്കോടതിയിൽ. സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്താതെ മറച്ചുവെച്ചു എന്നാരോപിച്ചാണ് യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ശബരിനാഥൻ കോടതിയിൽ ഹർജി നൽകിയത്. ബംഗളൂരുവിലുള്ള 200 കോടിയുടെ ആസ്തി വിവരങ്ങളും 3 ഇടങ്ങളിലെ സ്ഥാവര വസ്തുക്കളുടെ വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്താത്തത് ചട്ടലംഘനമാണെന്നാണ് ആരോപണം. അതിനാൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം റദ്ദാക്കി അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. പത്രികാ സമർപ്പണ സമയത്ത് വരണാധികാരിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യാനായിരുന്നു ലഭിച്ച നിർദ്ദേശമെന്നും ശബരിനാഥൻ ചൂണ്ടിക്കാട്ടി. അതേസമയം കഴക്കൂട്ടം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് വി മുരളീധരൻ വിജയം നേടിയതെന്നാണ് കടകംപള്ളിയുടെ ഹർജിയിലെ പ്രധാന ആരോപണം. സമർപ്പിക്കപ്പെട്ട ഈ 2 തിരഞ്ഞെടുപ്പ് ഹർജികളും നിയമപരമായി നിലനിൽക്കുമോ എന്ന കാര്യമാണ് ഹൈക്കോടതി ആദ്യം പരിശോധിക്കുക. PM ശ്രീ പദ്ധതിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ രാജൻ. പദ്ധതിയിൽ ഒപ്പിടാൻ കേരളം കാണിക്കുന്ന താൽപര്യം കേന്ദ്രത്തോടുള്ള അപകടകരമായ വിധേയത്വത്തിന്റെ തെളിവാണ്. പദ്ധതി നടപ്പാക്കാൻ ആരാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. MOUവിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു. ഈ വിഷയത്തിൽ UDF നാടകം കളിക്കുകയാണെന്നും തെറ്റായ വിവരങ്ങൾ നൽകി ജനങ്ങളെ വഴിതെറ്റിച്ച വിദ്യാഭ്യാസ മന്ത്രി പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. MOUവിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്നാവർത്തിച്ചു പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവിന് ലഭ്യമായിട്ടുള്ള ഉത്തരമെങ്കിലും നോക്കി തെറ്റായി പറഞ്ഞൊരു കാര്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് പറയാൻ തയ്യാറാകണം. മാപ്പ് പറയണം കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെ തെറ്റായി പറഞ്ഞ ഒരു കാര്യത്തിന്. അപ്പോൾ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ഇപ്പൊ നിൽക്കുകയാണല്ലോ. ആ യജമാനന്റെ ശബ്ദത്തിന് അനുകൂലമായി യാത്ര ചെയ്യുന്നതിനൊരു സഹായമാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുള്ളത്. PMC പദ്ധതി നടപ്പിലാക്കണം എന്ന് ആരാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നത്? അങ്ങനെ വിധേയമായിട്ടുള്ളത് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിനോട് കാണിക്കുന്ന അപകടകരമായിട്ടുള്ള വിധേയത്വത്തിന്റെ തെളിവാണ്. മറ്റിടങ്ങളിലെല്ലാം തീരാൻ പോകുന്ന ഒരു പ്രോജക്റ്റിൽ ഇനി കേരളത്തിന് മാത്രമായി എന്തെങ്കിലും ഭേദഗതി ചെയ്യും എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് ഈ ഗവൺമെന്റ് കരുതുന്നുണ്ടോ? ജന്തർ മന്തർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കാൻ പ്രതിപക്ഷ നേതാവ് അടക്കം കത്ത് നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച കത്തുകൾ തനിക്ക് കൈമാറി. കേസുകളുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് DGPക്ക് നിർദ്ദേശം നൽകിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CJP പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായെന്ന ആരോപണവുമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾ. പല പോലീസ് ഉദ്യോഗസ്ഥരും ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും അതിന് കാര്യമായ മാധ്യമ ശ്രദ്ധ പോലും ലഭിച്ചിട്ടില്ലെന്നും കുടുംബങ്ങൾ ആരോപിക്കുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരും മക്കളും അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചത്.